അപ്പോൾ ഇത് നമ്മുടെ ചാട്ടുകുളം കേട്ടോ, കുന്നംകുളം ഗുരുവായൂർ റോട്ടിലുള്ള ചാട്ടുകുളം ഇപ്പോൾ നവീകരിച്ചിട്ടുണ്ട്, പുതിയ സെറ്റപ്പ് രീതിയിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, അതുപോലെ നടക്കാനുള്ള ചുറ്റും നടക്കാനുള്ള അതുപോലത്തെ ടൈൽസ്, അതുപോലെ കൈവരികൾ, നല്ല സ്റ്റീലിൻ്റെ അടിപൊളി കൈവരികൾ, അതുപോലെ ഇറങ്ങാനുള്ള പടവുകൾ, നല്ല അടിപൊളി വെള്ളം ഉണ്ടല്ലേ, നല്ല കിടിലൻ സ്പോട്ടായി മാറിയിട്ടുണ്ട് ഇത്. അപ്പോൾ എന്തായാലും അതുകൂടെ വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മളിരിക്കുന്നത് ചാട്ടുകുളം നിസാമുണ്ട്. അപ്പോൾ ചാട്ടുകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നംകുളത്ത് നിന്ന് നമ്മൾ ഗുരുവായൂർ റൂട്ട് പോണ ഒരു ഇത് എല്ലാവർക്കും അറിയണതാണ്. പുറമുള്ളവർക്ക് ഞാൻ പറഞ്ഞു, നിസാമിനെ അറിയില്ല. തൃത്താലയാണ് നിസാമിന്റെ വീട്. അയ്യോ. അപ്പോൾ നമ്മൾ ചാട്ടുകുളം ഇതിപ്പോൾ കുറേ കാലമായിട്ട് നവീകരിക്കാണ്ട് കിടന്നിരുന്ന കേട്ടോ ഈ ചാട്ടുകുളം. ഇപ്പോൾ ഇത് നവീകരിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. കണ്ട് നടക്കാനുള്ള കൈവരി ഉണ്ട്, അതുപോലെ ചുറ്റും ഇതുപോലെ ഒന്നുമില്ല, നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റിങ്സ്, ബെഞ്ചുകള്, അതുപോലെ ഇതിലേക്ക് ഇറങ്ങാനുള്ള കൽപ്പടവുകള് അല്ലേ, സ്റ്റെപ്പ് ആൾക്കാർ കുളിക്കാനൊക്കെ വരണ്ടേ. ഇത് ആദ്യം നല്ല വൃത്തികേടായിട്ട് കിടന്നിരുന്ന ഒരു കുളം. ഇത് നല്ല രസമുണ്ട്. ഇപ്പൊ ഇത് കുറച്ച് കാലമായിട്ടുള്ളൂ. ഇതിപ്പോ ഈ അടുത്താണിത്, 2 ആഴ്ച ഉണ്ടാവുള്ളൂ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട്. വേണ്ട ഫുള്ള് സ്റ്റീലിന്റെ കൈവരികൾ, അതുപോലെ സ്റ്റീലിന്റെ ഇരിപ്പിടങ്ങൾ, ഇതുപോലത്തെ അടിപൊളി അങ്ങനെ ചുറ്റും ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ല വെള്ളമൊക്കെ ക്ലീൻ ആയി, പച്ച കളർ, അതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എന്തായാലും. ഇതിപ്പോ ഇതിന്റെ ഇത് വരുന്നത് നമ്മള് കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂർക്ക് പോണ റോഡാണ്. ആ സൈഡിൽ കാണുന്നത് വണ്ടികൾ കാണാൻ, ആ വണ്ടികൾ പോണത് ഗുരുവായൂർക്ക്, അതുപോലെ കുന്നംകുളം. ഇതൊരു കർവാട്ടാ, കർവിലാണ് ഈ കുളം സ്ഥിതി ചെയ്യണത്. അതായത് അവിടെ ഒരു അത് നമുക്ക് സൂം ചെയ്ത് കാണിച്ചിട്ട്, അതാ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതുപോലെ ഇവിടെ ഒരു ജുമാ മസ്ജിദ് ഉണ്ട്, ചാട്ടുകുളം ജുമാ മസ്ജിദ് നട്ടതിൻ്റെ പേര്. അതുപോലെ വെള്ളമൊക്കെ നോക്ക്, നല്ല അടിപൊളി ക്ലീൻ വെള്ളം. ഇതിപ്പോ ഈ അടുത്താണ് ഇങ്ങനെ ആക്കിയത്. ഇതിന്റെ മുമ്പ് ഇല്ല, ഇരിക്കാനുള്ള സെറ്റപ്പ് കണ്ട. ഇതുപോലെ ഒരു ബെഞ്ചൊന്നല്ല, അവിടെ കുറെ ബെഞ്ചുകളുണ്ട്. നീന്തം പഠിക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം അല്ലേ. ഇത് നമ്മൾ കാണുന്നത് ചാട്ടുകുളം ക്ഷേത്രമാട്ടോ. കുന്നംകുളത്തുള്ള ചാട്ടുകുളം ക്ഷേത്രമാണ് കാണുന്നത്. ഈ കുളത്തിനോട് അടുപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ഇത് പഴയൊരു ക്ഷേത്രമാണ് അല്ലേ. മാങ്ങ ഏത് അപ്പോൾ നമ്മൾ ചാട്ടുകുളത്തിൻ്റെ വരിപ്പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അല്ലേ. നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല പച്ച കളറിൽ കാണാണ്ട് വെള്ളം. നല്ല അടിപൊളി ഒരു സ്ഥലമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ, നല്ല ക്ലീനായി കിടക്കുന്നുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോലാണ് ഇതിൻ്റെ ഒരു ഇതല്ലേ. കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അവിടെ നമുക്ക് ഇറങ്ങാം കേട്ടോ വെള്ളത്തിലേക്ക് അല്ലേ. അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. അവിടെ ഇപ്പോൾ ആരും കാണാനില്ല. അവിടെ നേരത്തെ കുളിക്കാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിക്കാൻ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇരിപ്പിടം കണ്ടില്ലേ, നല്ല സ്റ്റീലിൻ്റെ അടിപൊളി. ഇത് പള്ളി ഉണ്ട് കേട്ടോ ഇവിടെ, ചാട്ടുകുളം ജുമാ മസ്ജിദ് പള്ളി ഉണ്ട് ഇവിടെ. അത് വരുമ്പോഴേക്കാം ഇറങ്ങാം നമുക്ക്. ഇതിലേക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അവസ്ഥ.
ഇവിടെ അതാ വേസ്റ്റ് ബിന്നുണ്ട്, അതുപോലെ കുപ്പികളൊക്കെ ഇടാനുള്ള ഉണ്ടോ വേസ്റ്റ് ബിൻ 1 2 അവിടെ ഒരു വേസ്റ്റ് ബിന്നുണ്ട്, അവിടെ ഒരു വേസ്റ്റ് ബിന്നുണ്ട്. സ്റ്റെപ്പുകളുണ്ട് കേട്ടോ അതിലേക്ക് ഇറങ്ങാൻ. 1 2 3 4 5 6 7 8 9 10ാമത്തെ സ്റ്റെപ്പിലാട്ടോ ഇപ്പോൾ വെള്ളമുള്ളത് അല്ലേ. നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളം കേട്ടോ. സൈഡൊക്കെ ചെറിയ ചെറിയ നീർക്കോലികളൊക്കെ ഉണ്ടാവും സൈഡുണ്ട്. വെള്ളം ഞാൻ അങ്ങനെ കാണിച്ചു തരാം. നല്ല ക്ലീൻ വെള്ളം കേട്ടോ. അല്ലേ നല്ല അടിപൊളി സ്പോട്ട് കേട്ടോ. ഇവിടെ സ്റ്റെപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ ഈ കാണുന്നത് വെള്ളം കേട്ടോ, നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം. കിടിലൻ സ്പോട്ട്. കിടിലൻ സ്പോട്ടാണ്. കുളത്തിനോട് ചേർന്നിട്ടുള്ള കല്ലാണ്. ഓരോ കല്യാണ വെള്ളമാണ് ചാട്ടുകുളം കല്യാണ വെള്ളമാണ്. അതിന് തൊട്ടടുത്ത് തന്നെ പള്ളി വരുന്നു.